ഈ ഓക്കാനവും ഛർദിയൊക്കെ തുടർച്ചയായിട്ട് പലർക്കും പലപ്പോഴായിട്ട് കാണാറുള്ള ഒരു സംഗതിയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്, പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ രോഗാവസ്ഥ സംഭവിക്കാം. ചില ആയുർവേദ ചിന്തകളും ആധുനിക ചിന്തകളും നിങ്ങൾക്ക് വീട്ടിൽ ശ്രമിച്ചു നോക്കാവുന്ന ചില പൊടിക്കൈകളും ഇന്നത്തെ വീഡിയോയിൽ നിർദ്ദേശിക്കാം. നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെ കാരണം കൊണ്ട് എന്തൊക്കെ രീതിയിൽ ഈ ഓക്കാനവും ഛർദിയും സംഭവിക്കാമെന്നൊന്ന് മനസ്സിലാക്കാം. ഒരു ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് ഒരുപാട് പേർക്ക് ഈ ഓക്കാനവും ഛർദിയും കാണുന്നത് മോഷൻ സിക്നസ് എന്ന് വിളിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് കാറിലോ ബസ്സിലോ വിമാനത്തിലോ ഒക്കെ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ മാത്രം ചെറുതായിട്ട് ഈ ഛർദിയും ഓക്കാനൊക്കെ വരുന്നവരുണ്ട്. ഇതിന് മോഷൻ സിക്നസ് എന്നാണ് ആധുനിക ശാസ്ത്രം വിളിക്കുന്നത്. പിന്നെ അടുത്ത കാരണം ഗർഭാവസ്ഥയിൽ നിങ്ങൾക്കറിയാലോ, ആ പ്രഗ്നൻസിയുടെ ആദ്യഘട്ടത്തില് തുടർച്ചയായിട്ട് 3 മാസമോ 4 മാസമോ ഒക്കെ വരെ ഓക്കാനവും ഛർദിയൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ മറ്റൊരു സംഗതിയാണ് ഭക്ഷ്യവിഷബാധ. അതായത് കേടുവന്നതും പഴകിയതും വിരുദ്ധാഹാരങ്ങളും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുക വഴി ഓക്കാനവും ഛർദിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് ചിലപ്പോൾ കലശലായ വയറുവേദനയും ലൂസ് മോഷനും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇനി വേറെ ചിലർക്ക് ഓക്കാനവും ഛർദിയൊക്കെ ഉണ്ടാകുന്നത് അണുബാധകൾ വഴിയാണ്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ അണുബാധകൾ ഉണ്ടാകുക, അതല്ലെങ്കിൽ കോളറ പോലത്തെ അവസ്ഥ, ഛർദിയും ഡയറിയും ഒക്കെ ഉണ്ടാവുമല്ലോ, അത്തരം അവസ്ഥകൾ സംഭവിക്കാം. ഇനി അതല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് വിളിക്കുന്ന കണ്ടീഷൻസ്, പലതരം ബാക്ടീരിയകൾ, വൈറസുകൾ ഒക്കെ വഴിയും ഈ ലൂസ് മോഷനോ ഓക്കാനോ ഛർദിയോ ഒക്കെ തുടർച്ചയായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു സംഗതിയാണ്, ചിലർക്ക് ചില മരുന്നുകൾ ശരീരത്തിന്, ചില ശരീരപ്രകൃതിക്കാർക്ക് സൂട്ടബിൾ അല്ലാത്ത ചില കെമിക്കൽ മെഡിസിൻസ് എടുക്കുമ്പോൾ അതിന്റെ ഒരു അലർജി പോലെ ഓക്കാനോ ഛർദിയോ ഒക്കെ ഉണ്ടാകാറുണ്ട്. മറ്റൊരു സംഗതി, തലവേദനയുള്ളവർക്കും മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാം. ഈ മൈഗ്രെയിൻ തലവേദന തുടങ്ങിക്കഴിഞ്ഞാല് അതിന്റെ അവസാനം ഒരു ഛർദിയും ഓക്കാനും കാണും. ആ ഛർദിയോടുകൂടെ ആ വേദന കുറയാറുണ്ട്. ഇത്തരത്തിലുള്ള ഓക്കാനും ഛർദിയൊക്കെ തടയാനായിട്ടുള്ള ചില വഴികളും കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ഇങ്ങനെ കൂടെ ഓക്കാനും ഛർദിയും വരുന്നവരാണ്, പ്രത്യേകിച്ച് യാത്രയിലൊക്കെ ഛർദി ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി, എളുപ്പം ദഹിക്കുന്ന നന്നായി പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ കുറച്ച് മാത്രം, ആ വിശപ്പടക്കാൻ വേണ്ടി മാത്രം കഴിക്കുക. കൂടുതൽ ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുക, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക, ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ കഴിക്കാതിരിക്കുക, ജങ്ക് ഫുഡ്, പലതരം കളറുകളും പ്രിസർവേറ്റീവുകളും വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള സംഗതികൾ, എണ്ണ പലഹാരങ്ങൾ, ദഹിക്കാൻ പ്രയാസമുള്ള നാരുകളില്ലാത്ത പൊറോട്ട, അങ്ങനത്തെ സംഗതികൾ, അതൊക്കെ ഈ പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ യാത്രയ്ക്ക് മുമ്പ് കഴിക്കാതിരിക്കുക. ലൈറ്റായിട്ട് എളുപ്പം ദഹിക്കുന്ന കഞ്ഞിയോ, ഇച്ചിരി കഞ്ഞിവെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, അതല്ലെങ്കിൽ ഒരു ഇഡ്ഡലി, അങ്ങനെ ആ വിശപ്പ് നിർത്താൻ വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് ലൈറ്റായിട്ട് കഴിക്കുക. പിന്നെ ഈ ഛർദി കൂടെ വരുമ്പോൾ ഓക്കാനായാലും ഛർദിയായാലും നമ്മുടെ ശരീരത്തിന് ധാരാളം ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരക്കാര് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഈ വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ അഗ്നിമാന്ദ്യം ഉണ്ടാവും. ഒരു ആയുർവേദ കാഴ്ചപ്പാട് പറയാണ്, ദഹനശക്തി കുറവായിരിക്കും, കഫം വർദ്ധിച്ചിരിക്കും, ജഠരാഗ്നി ബലമില്ല, ഡൈജസ്റ്റീവ് പവർ വളരെ കുറവായിരിക്കും. ആ സമയത്ത് വെള്ളം ധാരാളം കുടിച്ചാലും പ്രശ്നം. ഈ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വെള്ളം കുടിക്കും വേണം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ചുക്കും ജീരകമൊക്കെ തിളപ്പിച്ച വെള്ളം കുടിക്കുക, ചെറു ചൂടോടെ കുടിക്കുക. ശീതളപാനീയങ്ങൾ, മധുരപാനീയങ്ങളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ചുക്കും ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൂടെ കുടിക്കുന്നത് ആ ദഹനം ഉണ്ടാവുന്നതിനും ദഹനം നടക്കുന്നതിനും ഈ ഓക്കാനവും ഛർദിയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. ആ അമിതമായിട്ട് ആമാശയത്തിൽ ഉണ്ടാകുന്ന കഫത്തെ ക്ഷയിപ്പിക്കുന്നതിന്, നശിപ്പിച്ച് കളയുന്നതിന് സഹായിക്കും. അതുവഴി ദഹനശക്തി ഉണ്ടാവും, ഡൈജസ്റ്റീവ് പവർ കൂടും. അപ്പോൾ ഈ ഛർദിക്കും ഓക്കാനത്തിനുള്ള സാധ്യതയും അതുവഴി കുറയുന്നതാണ്. ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് ഈ ദഹന തകരാറ് അല്ലെങ്കിൽ ആമാശയാശ്രിതമായിട്ട് കഫം വർദ്ധിച്ചുണ്ടാവുന്ന എന്ത് രോഗാവസ്ഥയിലും, ഈ ഓക്കാനും ഛർദി മാത്രമല്ല എന്നർത്ഥം, ആമാശയത്തിൽ കഫം വർദ്ധിച്ചാലും ഈ കഫക്കെട്ടും ചുമയും ആസ്മയും ദഹന തകരാറും ഛർദിയും ഓക്കാനവും വയറുവേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ അവസ്ഥയിലൊക്കെ നമുക്ക് ഏറ്റവും സുലഭമായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ ലഭിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണെന്ന് പറയാം ഇഞ്ചി. ഓക്കെ, ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് നീര് അല്പം തേനും കായത്തിന്റെ പൊടിയും കൂടി ചാലിച്ചിട്ട് അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഓക്കാനും ഛർദിയൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. വയറുവേദനയും ദഹന തകരാറൊക്കെ ശമിക്കുന്നതിന് സഹായിക്കും. പക്ഷേ ഈ ആമാശയത്തെ ആശ്രയിച്ച് തന്നെ അസിഡിറ്റി, നെഞ്ചരിച്ചിലൊക്കെ കലശലായിട്ടുള്ളവരാണെങ്കിൽ ഇഞ്ചി നീര് കഴിക്കാനും പാടില്ല. ദഹനം കുറയുക വഴി, അഗ്നിമാന്ദ്യം വഴി, ദഹനശക്തി ഇല്ലാത്തത് വഴി ഉണ്ടാകുന്ന ദഹനക്കേടും ഓക്കാനവും ഛർദിയും ലൂസ് മോഷനിലും ഒക്കെ നമുക്ക് ഈ ഇഞ്ചി നീര് വളരെയധികം ഫലപ്രദമാണ്. അത് നിങ്ങൾക്കിപ്പോ ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, അതല്ലെങ്കിൽ ഇഞ്ചി നീര് കഴിക്കാം. ഇനി ഇഞ്ചി മിഠായി പോലും യാത്രയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതാണെന്ന് അർത്ഥം. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, യാത്രാ സമയത്ത് ബുദ്ധിപൂർവ്വം അവര് രാവിലെ ഒരു ഇഡ്ഡലി കഴിക്കും, പിന്നെ വിശന്നാലും ഇടയ്ക്കൊക്കെ ഒരു ചുക്ക് കാപ്പി മാത്രം കുടിക്കും, അല്ലെങ്കിൽ ഇഞ്ചിയിട്ട കാപ്പി കുടിക്കും, അത് മാത്രം കഴിക്കും. അങ്ങനെ ലൈറ്റ് ആയിട്ട് കഴിക്കുന്നതുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ദഹന തകരാറുണ്ടാക്കിയിട്ട് വീണ്ടും ഓക്കാനും ഛർദി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത് ഫലപ്രദമാണ്. പിന്നെ നിങ്ങൾ ഇത്തരം ഒരു സെൻസിറ്റീവ് സ്റ്റൊമക്കാണ്, ഇങ്ങനെ ഡൈജസ്റ്റീവ് പവർ കുറവാണ്, കൂടെ ചെറിയൊരു സംഗതി മതി, ചെറുതായിട്ട് ഭക്ഷണത്തിലൊരു വ്യത്യാസം മതി, അപ്പൊ തുടങ്ങായി ഓക്കാനും ഛർദി എന്നുള്ള തരക്കാരാണെങ്കിൽ ഈ ശക്തമായിട്ടുള്ള ദുർഗന്ധങ്ങൾ, ശക്തമായിട്ടുള്ള മണങ്ങൾ ശ്വസിച്ചാലും ഇവർക്ക് ഈ ഓക്കാനത്തിനും ഛർദിക്കുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളോട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം രോഗാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കാലാന്തരത്തിൽ അത് മറ്റു പല രോഗാവസ്ഥകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മറ്റു രോഗാവസ്ഥകൾ വരുന്നതിന് മുൻപുള്ള ഒരു പ്രാരംഭ ലക്ഷണങ്ങളായിരിക്കാം ഈ തുടർച്ചയായിട്ടുള്ള ഓക്കാനവും ഛർദിയും. ഒരു ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണെങ്കിൽ പിത്തത്തിന്റെ ഡീറേഞ്ച്മെന്റ്, അതായത് പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തം വന്നി, ഡൈജസ്റ്റീവ് പവറാണ്, ദഹനശക്തിയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പചിപ്പിച്ച് ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു, അതിന്റെ നല്ല പാർട്ട്, അതിന്റെ വേസ്റ്റ് പാർട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നത് പിത്തദോഷത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ വഴിയാണ്. ഇത് നടക്കാതെ വരുമ്പോഴാണ് ഈ പിത്തത്തിന് ഡീറേഞ്ച്മെന്റ്, പിത്തദോഷം ക്ഷയിക്കുകയോ വർദ്ധിക്കുകയോ ചെയ്താൽ പോലും ഈ ഓക്കാനവും ഛർദിയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ
അതുകൊണ്ട് തന്നെ ഒരു ആയുർവേദ കൺസൾട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ വാതപിത്ത കഫ ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ തിരിച്ചറിയുന്നു ലക്ഷണങ്ങളിലൂടെ. എന്നിട്ട് ഏത് ദോഷമാണോ വർദ്ധിച്ചിരിക്കുന്നത് അതിനെ ബാലൻസ് ചെയ്യുന്നതിന്, വാതപിത്ത കഫ ദോഷങ്ങളുടെ ബാലൻസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ആവശ്യമെങ്കിൽ ഔഷധങ്ങളും നിർദ്ദേശിക്കുക. ഇതാണ് ഒരു ആയുർവേദ ഡോക്ടർ ചെയ്യുന്നത്. ഈ പിത്തദോഷം വർദ്ധിച്ചത് കൊണ്ടാണോ കുറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായെന്നും മനസ്സിലാക്കണം. ഈ പിത്തം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ സ്പൈസസും അതുപോലെ എരിവും പുളിയും ഇത്തരം സംഗതികളും ഒഴിവാക്കണം. അത് കൂടിക്കഴിഞ്ഞാലും ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. അത് പിന്നീട് അൾസർ പോലുള്ള രോഗാവസ്ഥയായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കണ്ടീഷൻസിലൊക്കെ പിത്തം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇനി പിത്തം കുറയുന്നത് കൊണ്ടാണ് ഈ അഗ്നിമാന്ദ്യവും ദഹനക്കേടൊക്കെ മുൻപ് പറഞ്ഞതുപോലെ സംഭവിക്കുന്നത്. അവിടെ കഫം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അവിടെയാണ് നമുക്ക് ഇത്തരം തീക്ഷ്ണ ഔഷധങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടത്. ചില പൊടിക്കൈകളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ, വഴിയെ പറയാം. അപ്പൊ ഈ പിത്തദോഷം വർദ്ധിച്ച് അസിഡിറ്റിയോട് കൂടിയിട്ടുള്ള ഓക്കാനും ഛർദിയൊക്കെയാണ് ഉണ്ടാവുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എണ്ണപ്പലഹാരങ്ങളും അതുപോലെ സ്പൈസസും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. കാരണം അത് ഈ അസിഡിറ്റി കൂടും. എണ്ണയിൽ വറുത്ത സംഗതികൾ, എണ്ണപ്പലഹാരങ്ങൾ, നോൺ വെജ്, മത്സ്യമാംസാദികളിലൊക്കെ കൊഴുപ്പുണ്ട്. ഈ കൊഴുപ്പ് ചെല്ലുമ്പോൾ ഈ അസിഡിറ്റി കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഉപ്പ്, എരിവ്, പുളി, എണ്ണ ഇത്തരം സംഗതികൾ. അപ്പോൾ പിത്തം വർദ്ധിച്ച് അസിഡിറ്റി ആണ് ഉണ്ടാകുന്നെങ്കിൽ ഇത്തരം സംഗതികളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഈ അവസ്ഥയിൽ കുക്കുംബറൊക്കെ ദഹനശക്തി ഉണ്ടാവുന്നവർക്ക്, അപ്പം കുക്കുംബറില്ലേ, പൊട്ടുവെള്ളരിക്കുക, കക്കിരിക്കുക, ഇത്തരം സംഗതികളൊക്കെ ഇവർക്ക് കഴിക്കാം. ഇതിന്റെയൊക്കെ നീര് പിഴിഞ്ഞു കുടിക്കാം. ആ വർദ്ധിച്ചിരിക്കുന്ന പിത്തത്തെ ശമിപ്പിക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ ഇളനീര് കുടിക്കാം, പുതിനയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഇതൊക്കെ തീർച്ചയായിട്ടും സഹായകരമാവും. ഇനി ദഹനക്കേട്, അഗ്നിബലം കുറഞ്ഞിട്ട്, അതായത് പിത്തദോഷം കുറഞ്ഞിട്ടാണ് ഉണ്ടാകുന്നെങ്കിൽ അവിടെ ദഹനശക്തി കുറയുന്നു, ജഠരാഗ്നിയുടെ ബലം കുറയുന്നു, ഡൈജസ്റ്റീവ് പവർ കുറയുന്നു. അഗ്നിബലം കുറയുമ്പോൾ കഫദോഷം വർദ്ധിക്കുമല്ലോ. കഫദോഷം വർദ്ധിക്കുമ്പോൾ ദഹനം കൃത്യമായിട്ട് നടക്കാതെ വരും. ആ സമയത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ഭക്ഷിക്കുന്നു. അത് ദഹിക്കാതെ അവിടെ കെട്ടിക്കിടന്ന് വളിച്ച് പൊളിച്ച് അതിൽ കൃമികളൊക്കെ ഫോംഡ് ആയിട്ട് ഈ അവസ്ഥേനെയാണ് ആമാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഇതിന് സംസ്കൃത ശ്ലോകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഊഷ്മണോ അല്പബലത്വേന ധാതുമാദ്യം അപാജിതം ദുഷ്ടമാമാശേഗതം തദാമം പ്രജക്ഷതേ. ദഷ്ടാംഗൃതത്തിൽ സൂത്രസ്ഥാനത്തില് ആചാര്യൻ വാഗ്ഭടാചാര്യൻ പറഞ്ഞു വെച്ചുള്ള ശ്ലോകമാണ്. അതായത് ഊഷ്മണോ അല്പബലത്വേന എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് പവർ കുറയുക, ശരീരത്തിലെ ചൂട് കുറയുക, ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള ജഠരാഗ്നിയുടെ ബലം കുറയുക. ഊഷ്മണോ അല്പബലത്വേന ധാതുമാദ്യം അപാജിതം, അതായത് ഈ അന്നം ദഹിച്ച് അന്നരസമാവണം, അന്നരസത്തിൽ നിന്ന് അത് രസധാതു ഉണ്ടാവണം, ഈ രസധാതു പചിച്ച് രക്തധാതു ഉണ്ടാവണം. ഈ ധാതു പരിണാമം കൃത്യമായിട്ട് നടക്കാതെ വരിക, ആദ്യ ധാതു പോലും പചിച്ച് ശരിയാവണ്ണം ഫോംഡ് ആകാതെ വരിക, എന്നിട്ട് അത് അവിടെ കെട്ടിക്കിടക്കുക. ദുഷ്ടമാമാശയകത, ഇത് ദുഷിച്ച് അവിടെ ആമാശയത്തിൽ കെട്ടിക്കിടന്ന് ഉണ്ടാകുന്ന അവസ്ഥയാണ് ആമാവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, അതുകൊണ്ട് എത്ര വിശദമായിട്ട് പറയാന്ന് വിചാരിച്ചു. ഇത്തരത്തിലൊരു ദഹനക്കേടിന്റെ അവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒന്നും ചിന്തിക്കേണ്ട, ഫാസ്റ്റിംഗ് ആണ്, ഉപവാസം, ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം അവിടെ ദഹനശക്തി ഇല്ല. വീണ്ടും വീണ്ടും നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത്തരം ആമാവസ്ഥയും അതുവഴി പലതരം കഫക്കെട്ടും ചുമയും ആസ്മയും രോഗങ്ങളും ചൊറിച്ചിലും കുരുക്കളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം ആമാവസ്ഥ കൊണ്ട് ദഹനക്കേട് ഉണ്ടാകുന്നുണ്ട്, അതുവഴിയാണ് ഈ ഓക്കാനും ഛർദിയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ്, ഉപവാസം, ചൂടുവെള്ളം മാത്രം അല്ലെങ്കിൽ ഉപ്പിട്ട ചൂടുള്ള കഞ്ഞിവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുക. അതാണ് വേണ്ടത്. ആ കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥയെ പൂർണ്ണമായിട്ട് ദഹിക്കാനിടയാകുന്നു. പിന്നെ വിശപ്പുണ്ടാകുന്നു, അഗ്നിബലം ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് ലൈറ്റ് ആയിട്ട് പതുക്കെ പതുക്കെ കുറേശ്ശെ ഇഡ്ഡലിയും കഞ്ഞിയും ഒക്കെ കഴിച്ചു തുടങ്ങാവുന്നതാണ്. പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴകിയ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുക, വീണ്ടും ചൂടാക്കുക, വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക, വീണ്ടും ചൂടാക്കുക. ഈ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് പാചകം ചെയ്ത ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സംഗതി. ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ആങ്സൈറ്റി, അതുപോലെ ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ, ഇത് ശരീരത്തിൽ വാദം വർദ്ധിക്കും. അതും ഈ ദഹന തകരാറുണ്ടാക്കുന്നു. അതുവഴി ഓക്കാനും ഛർദി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു അമിത ഭോജനത്തിന്, അമിതമായിട്ട് ഈ സ്ട്രെസ്സും ടെൻഷനും കൂടുമ്പോൾ ഓവർ ഈറ്റിംഗ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതും ഈ ദഹന തകരാറ് ഉണ്ടാക്കാനായിട്ട്, അതുവഴി ഓക്കാനും ഛർദി ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. ഈ അവസ്ഥയിലൊക്കെ നമുക്ക് ഈ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, മ്യൂസിക് ഫോർ മെഡിറ്റേഷൻ, ഇത്തരം സംഗതികളൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതുവരെ പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്, പ്രത്യേകിച്ച് ഓക്കാനവും ഛർദിയും ദഹനക്കേടും വയറുവേദനയും ലൂസ് മോഷനും ഒക്കെ പതിവായിട്ട് കൂടെ വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ദേഹപ്രകൃതിയും ആമാശയത്തിന്റെ അവസ്ഥയും ദഹനശക്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യത്തിന് മാത്രം എളുപ്പം ദഹിക്കുന്ന ആഹാരം കൃത്യസമയത്ത് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് കിട്ടിയാലും, എവിടെ നിന്ന് കിട്ടിയാലും, എത്ര കിട്ടിയാലും വയറ് നിറച്ച് വാരി വലിച്ച് തിന്നുന്ന ഏർപ്പാട് നിർത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹപ്രകൃതിക്കാർക്ക്, ഇത്തരക്കാർക്ക് പ്രത്യേകിച്ച് അത് അനുയോജ്യമല്ല. അത് മനസ്സിലാക്കുക. വലിയവരായാലും കുട്ടികളായാലും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചെറിയ കുട്ടികൾ ഒരുപാടുണ്ട്. അതിന് ഞാൻ ആദ്യം പറയാം അവരുടെ മാതാപിതാക്കളെയാ. കാരണം ഇവർക്ക് അനുയോജ്യമല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇനി അതല്ലെങ്കിൽ അവർക്ക് ഫേവറേറ്റ്സ് ആയിരിക്കാം ചോക്ലേറ്റും ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും പല സംഗതികളും. ഓക്കെ, അത് മാതാപിതാക്കൾ അവർക്ക് കൊടുക്കാതിരിക്കണം. കുഞ്ഞുമക്കൾക്ക് അറിയില്ലോ. അവർ ഈ പരസ്യത്തിൽ കാണുന്നതും ഒക്കെ അവർ വാങ്ങി ഭക്ഷിക്കും, എന്ത് കിട്ടിയാലും ഭക്ഷിക്കും. വൃത്തിഹീനമായതോ അവർക്കതൊന്നും അറിവില്ലായ്മ കൊണ്ടാ. അപ്പൊ അതൊക്കെ മാതാപിതാക്കളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിൽ. അതുപോലെ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സംഗതിയാണ് വളരെയധികം തിടുക്കത്തിൽ, വേഗത്തിൽ ഭക്ഷണം കഴിക്കുക. ഇത് വാദവർദ്ധനയ്ക്ക് കാരണമാവുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് ചവച്ചരയ്ക്കാതെ കഴിക്കുക, ഇതും ദോഷമാണ്. നന്നായിട്ട് ചവച്ചരച്ച് സമയമെടുത്ത് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. പിന്നെ വിരുദ്ധാഹാരങ്ങൾ, മീനും തൈരും കൂട്ടി കഴിക്കുക, പാലും മീനും കൂടെ കഴിക്കുക, ഇതൊക്കെ ദോഷമായിട്ട് വരും. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് രോഗാവസ്ഥകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കാലാന്തരത്തില് പലതരത്തിലുള്ള രോഗാവസ്ഥകളിലേക്ക് നയിക്കും ഇത്തരം വിരുദ്ധാഹാരങ്ങൾ പതിവായിട്ട് കഴിക്കുന്നത്. അതുപോലെ ഈ പുളിയുള്ള പഴങ്ങളൊക്കെ പാലിലടിച്ച് ഷെയ്ക്ക് തയ്യാറാക്കി കഴിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. പുതിയ തലമുറ ഇതൊക്കെ ധാരാളമായിട്ട് ശീലിച്ചു വരുന്നത്. പക്ഷെ ഇതൊക്കെ മറ്റൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടാക്കിയിരിക്കും.
അതുകൊണ്ടൊക്കെ ഇത് അറിഞ്ഞ് ഒഴിവാക്കുക. വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ദഹനേന്ദ്രിയത്തിന് സൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം കഴിക്കുക. അമിതമായിട്ട് കഴിക്കാതിരിക്കുക. വൃത്തിഹീനമായത് കഴിക്കാതിരിക്കുക. തണുപ്പിച്ചും ചൂടാക്കിയും തണുപ്പിച്ചും കഴിക്കാതിരിക്കുക. ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചുരുക്കി പറഞ്ഞാൽ ദഹനത്തകരാറ് കൊണ്ട്, ദഹനക്കേടുകൊണ്ട്, ദഹനക്കുറവ് കൊണ്ട് നിങ്ങൾക്ക് ആമാവസ്ഥയും മോക്കാനും ഛർദിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ മാർഗം ഇച്ചിരി ചൂടുള്ള കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ച് ഉപവസിക്കും. മറ്റു ഭക്ഷണങ്ങളൊക്കെ ഒരു 24 മണിക്കൂർ സമയത്തേക്ക് അങ്ങോട്ട് ഒഴിവാക്കുക. വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോലും ഇത് ശീലിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ വരുത്തും. അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ഈ ഫാസ്റ്റിംഗ് ഉപവാസം അവിടെ പാടില്ല കേട്ടോ. പിത്തം അമിതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നവരാണെങ്കിൽ ഉപവാസം പാടില്ല അവർ. പിന്നെ മറ്റൊരു സംഗതി അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കിന്ന് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും വായുവിലൂടെയും ജലത്തിലൂടെയും ഒക്കെ വളരെയധികം വിഷപദാർത്ഥങ്ങൾ, മാലിന്യങ്ങൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കൊന്ന് വയറിളക്കുന്നത്, വയറ് കഴുകുന്നത്, ഇത് വരുത്തുന്നത് നല്ലതാണ്. അപ്പൊ അതിനായിട്ട് ത്രിപുല ചൂർണോ, അവിപത്തി ചൂർണോ, ബൃഹത് ത്രിപുലയോ ഒക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. പലരും ഇതൊക്കെ ശീലിക്കുന്നവരാണ്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇതൊക്കെ അനുവർത്തിച്ചു വരുന്നവരാണ്. നിങ്ങൾക്ക് ഇത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. ആരൊക്കെയാണെന്നൊന്നും അറിയാലോ. മറ്റുള്ളവർക്ക് അതൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രചോദനമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു രോഗാവസ്ഥ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഈ ദഹനക്കേട് കൊണ്ടാണ്. ദഹനം കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കരയാമ്പൂ, കറുവപ്പട, ഏലക്കായ, ചുക്ക്, ജീരകം, പെരിഞ്ചീരകം, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, അതുപോലെ ചെറുനാരങ്ങ നീര്, ചെറുനാരങ്ങ വെള്ളം, തുളസിയിലിട്ട് വെന്ത വെള്ളം, ചുക്ക് വെള്ളം, തുളസി ഇടിച്ചു പിഴിഞ്ഞ നീര്. ഇനിയിപ്പോ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം പുതിനയില കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ മല്ലിയില കിട്ടുമെങ്കിൽ അത് വായിലിട്ട് ചവച്ചരച്ചിരിച്ച നീര് ഇറക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇപ്പൊ യാത്രകളിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നമൊക്കെ താൽക്കാലിക ആശ്വാസം ലഭിക്കും. അതുപോലെ ചിലരൊക്കെ കണ്ടിട്ടില്ല, ഒരു ചെറുനാരങ്ങയോ ഓറഞ്ചോ ഒക്കെ വാങ്ങി മണക്കുക. അതൊക്കെ ഈ ഛർദി മോക്കാനത്തിന്റെ ആ വേഗം തടയുന്നതിന് സഹായകരമാവുന്നുണ്ട്. അതുപോലെ ഒരു ഏലക്കായൊക്കെ വായിക്കകത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കടി അണ്ടാച്ചിരിയ നീര് കുടിക്കുക. അതുപോലെ തന്നെ കരയാമ്പൂ, ഇതൊക്കെ ഈ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും ഈ ഓക്കാനും ഛർദിയൊക്കെ തടയുന്നതിന് താൽക്കാലികമായിട്ടെങ്കിലും സഹായകരമാവുന്നതാണ്. ഈ ദഹനക്കേട് കൊണ്ട് കൂടെ ഓക്കാനും ഛർദി ഉണ്ടാവുക. ഛർദിക്കുമ്പോൾ അതിൽ ഞോളയായിട്ട് കഫമൊക്കെ വരിക. ഇത് ആമാവസ്ഥ അവിടെ ഉള്ളതിന്റെ ലക്ഷണ. ഇത്തരക്കാര് ഈ യാത്രയിലൊക്കെ കരയാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, ജീരകം ഇതൊക്കെ ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് ഫ്ലാസ്കിൽ കയ്യിൽ കരുതുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗൾപ്പ് ഒരു 10-15 മില്ലി വീതം പലവട്ടായിട്ട് കുടിച്ചുകൊണ്ടിരുന്നാല് ഈ ഓക്കാനും ഛർദിയൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നേ. നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാ. എന്നിട്ടും ഇതിനൊന്നും ശാശ്വത പരിഹാരം കാണുന്നില്ല, കിട്ടുന്നില്ല, വളരെ കാലമായിട്ട് തുടർച്ചയായിട്ട് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ദേഹപ്രകൃതി അനലൈസ് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും മനസ്സിലാക്കി പാലിക്കണം. ആവശ്യമാണെങ്കിൽ ആയുർവേദ ഔഷധങ്ങളും ഇതിന് നിശ്ചയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഗർഭിണികളൊക്കെ, ഗർഭാവസ്ഥയിലൊക്കെ ഇത്തരം പൊടിക്കൈകൾ നിങ്ങൾക്ക് അനുയോജ്യമാണോ, ഏതാണ് വേണ്ടത്, ഏതാണ് പാടില്ലാത്തതെന്നൊക്കെ അറിയണല്ലോ. അതുകൊണ്ടാണ് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാനായി നിർദ്ദേശിക്കുന്നത്. ഈ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.